മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന നിരീക്ഷണം നടത്തിയിരിക്കുകയാണ് കേരള ഹൈക്കോടതി. ഒരു നിരീക്ഷണം എന്നതിനപ്പുറം ബോർഡിന്റെ വിശ്വാസ്യതയെയും അന്തസ്സിനെയും വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് പ്രസ്തുത നിരീക്ഷണവും അതിലേക്ക് എത്തിപ്പെട്ട സാഹചര്യങ്ങളും എന്നതിനെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകാൻ ഉപകരിക്കും. 1950-ൽ സത്താർ സേട്ട് ഫറൂഖ് കോളേജിന് നൽകിയ ഭൂമിയാണ് മുനമ്പത്തെ തർക്കഭൂമി. പരമകാരുണികനായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് തുടങ്ങുന്ന രേഖയിൽ ഭൂമി വഖഫായി നൽകുന്നു എന്ന് രേഖപ്പെടുത്തിയതോടൊപ്പം തന്നെ താൻ എന്തിനാണ് ഭൂമി വഖഫായി നൽകിയത്, ആ ഉദ്ദേശത്തിൽ നിന്നും അധികൃതർ വ്യതിചലിച്ചാൽ അത് തന്റെ പിൻഗാമികളിലേക്ക് വന്നു ചേരണമെന്നും ഉപവാക്യമായി രേഖയിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഒരിക്കൽ വഖഫായി രജിസ്റ്റർ ചെയ്ത ഭൂമി പിന്നീട് വഖഫ് അല്ലാതാകുന്നില്ല എന്നതാണ് നിയമം. അങ്ങനെ നോക്കുമ്പോൾ ഉദ്ദേശത്തിൽ നിന്നും വിഭിന്നമായ രീതിയിൽ ഭൂമി ഉപയോഗപ്പെടുത്തിയാൽ അത് സത്താർ സേട്ടിന്റെ പിൻഗാമികളിലേക്ക് വന്നു ചേരുമോ അതോ വഖഫായി നിലനിൽക്കുമോ? അത് വിൽക്കാൻ ഫാറൂഖ് കോളേജിന് അധികാരമുണ്ടോ? അത് വാങ്ങിയ മുനമ്പത്തെ നിവാസികൾക്ക് അതിന്മേലുള്ള റവന്യൂ അവകാശങ്ങൾ വകവെച്ചു കിട്ടുമോ? തുടങ്ങിയ ചോദ്യങ്ങളാണ് പ്രധാനമായും ഉയർന്നു വന്നത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന നിർണായക നിരീക്ഷണമാണ് ഹൈക്കോടതി നിലവിൽ നടത്തിയിരിക്കുന്നത്. ഈ നിരീക്ഷണത്തിലേക്ക് ഹൈക്കോടതിയെ എത്തിച്ച നിഗമനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. 3 ചോദ്യങ്ങൾക്കാണ് ഹൈക്കോടതി വ്യക്തത വരുത്തേണ്ടത്. ഒന്ന്, വഖഫ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടതാണ്. മുനമ്പത്തെ വഖഫ് ഭൂമി 7 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് വഖഫ് ഭൂമിയായി വഖഫ് ബോർഡ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് എന്നതിനാൽ അത് നിലനിൽക്കുന്നതല്ല എന്ന ഹൈക്കോടതി നിരീക്ഷണം യുക്തിപരമല്ല എന്ന് പറയേണ്ടി വരും. വഖഫായി ആധാരത്തിൽ രേഖപ്പെടുത്തിയ ഭൂമി എത്ര വർഷം കഴിഞ്ഞാലും അത് വഖഫായി തന്നെ നിലനിൽക്കും എന്നിരിക്കെ അത് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യാൻ വൈകിപ്പോയി എന്നത് പ്രസ്തുത വസ്തു വഖഫ് അല്ല എന്ന് പറയുന്നതിന് എങ്ങനെ കാരണമാകും എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. 1971-ൽ പറവൂർ സബ് കോടതി റിസീവറെ ചുമതലപ്പെടുത്തിയതിനു ശേഷവും 1975-ൽ ഹൈക്കോടതിയും വഖഫാണ് എന്ന് വിധി പുറപ്പെടുവിച്ച മുനമ്പത്തെ ഭൂമി ഹൈക്കോടതിയിൽ വഖഫ് അല്ലാതായത് എങ്ങനെയെന്നതാണ് രണ്ടാമത്തെ ചോദ്യം. സത്താർ സേട്ട് ഫറൂഖ് കോളേജിന് നൽകിയ ഭൂമി വഖഫാണ് എന്ന് ആധാരത്തിൽ രേഖപ്പെടുത്തിയിരിക്കെ ആധാരത്തിൽ എവിടെയും ഇഷ്ടദാനം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നിരിക്കെ മുനമ്പം ഭൂമി സത്താർ സേട്ട് ഇഷ്ടദാനമായി നൽകിയതാണ് എന്ന കോടതിയുടെ നിരീക്ഷണം എങ്ങനെ സാധൂകരിക്കപ്പെടും എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. ഈ 3 ചോദ്യങ്ങൾക്കുള്ള വ്യക്തതയാണ് ഹൈക്കോടതിയിൽ നിന്നും ജനം പ്രതീക്ഷിക്കുന്നത്. കൂടാതെ താജ്മഹലും ഹൈക്കോടതിയും പോലും നാളെ വഖഫ് സ്വത്താണ് എന്ന വാദം വഖഫ് ബോർഡ് ഉന്നയിക്കാം എന്ന കോടതിയുടെ നിരീക്ഷണം വഖഫ് ബോർഡിന്റെ അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്നതും സംഘപരിവാർ ഭാഷ്യങ്ങൾക്ക് വീര്യം പകരുന്നതാണ് എന്ന ബോധം ബഹുമാനപ്പെട്ട കോടതിക്ക് ഉണ്ടാകേണ്ടിയിരുന്നു. വഖഫ് ട്രൈബ്യൂണലിന്റെ അപ്പലേറ്റഡ് അതോറിറ്റി കൂടിയായ ഹൈക്കോടതി നടത്തിയ ഈ നിരീക്ഷണം നിലവിൽ വഖഫ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിലിരിക്കുന്ന തർക്ക വിഷയത്തിലെ വിധിയെ സ്വാധീനിക്കില്ല എന്ന ചിന്ത തീർത്തും നിരർത്ഥകമായിരിക്കും എന്നത് പറയാതെ വയ്യ.